Welcome all. Today we are discussing star delta conversion. Equivalent resistance കാണുവാൻ തരുന്ന സർക്യൂട്ടുകളിൽ സിമ്പിൾ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാം. എന്നാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയ നെറ്റ്വർക്കുകൾ വരുമ്പോൾ അവിടെ സിമ്പിൾ ആയിട്ട് സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഫോം തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് നെറ്റ്വർക്കിന്റെ ഫോം നമ്മൾ നോക്കി അവിടെ ഒരു സ്റ്റാർ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിനെ ഡെൽറ്റ ആയിട്ട് സോൾവ് ചെയ്ത് ഡെൽറ്റ നെറ്റ്വർക്ക് ആണെങ്കിൽ അതിനെ സ്റ്റാർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആണ് നമ്മൾ അതിന്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് നമ്മൾ സീരീസ് റെസിസ്റ്റൻസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ 1/R = 1/R1 + 1/R2 + എക്സെട്ര എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവന്ന് സിമ്പിൾ ആയിട്ട് അതിനെ സോൾവ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്കിനെ സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് ആക്കാനും സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്കിനെ ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് ആക്കുവാനുമുള്ള ഇക്വേഷൻസ് ആണ്. രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതിൽ 3 ഇക്വേഷൻസ് വെച്ച് ഓരോ സെറ്റിലും ഉണ്ട്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്കത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഒരു എക്സാമ്പിൾ എടുത്തു. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് R equivalent between the terminals B and C. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നേരിട്ട് തന്നെ കാണാം, അകത്ത് ഏറ്റവും ഇന്നർമോസ്റ്റ് പോർഷനിൽ ഒരു ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് ഉണ്ട്. അതിൽ നിന്ന് 3 1 ohm റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത് വീണ്ടും ഒരു ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ സോൾവ് ചെയ്ത് തുടങ്ങുന്നത് എവിടെ? ഈ ക്വസ്റ്റിന്റെ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഏറ്റവും അകത്തുള്ള ആ ഡെൽറ്റ നെറ്റ്വർക്കിനെ ഒരു സ്റ്റാർ ആയിട്ട് കൺവേർട്ട് ചെയ്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സൊല്യൂഷന് സ്റ്റാർട്ടിങ് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ആ ഏറ്റവും ഇന്നർമോസ്റ്റ് പോർഷനിലുള്ള ഈ ഡെൽറ്റ നെറ്റ്വർക്കിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. നോക്കിക്കോളൂ. കണ്ടോ? അകത്തുള്ള ആ ഡെൽറ്റ നെറ്റ്വർക്കിനെ എടുത്തു. ആ ഡെൽറ്റ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്ന 3 പോയിന്റ്സിന് ഞാൻ ABC എന്ന് പേര് കൊടുത്തു. ഇനി ഡെൽറ്റയിലുള്ളതിനെ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സ്റ്റാറിൽ നമുക്ക് കിട്ടേണ്ടത് RA, RB, RC. A എന്ന നോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതിനെ RA എന്നും, B എന്ന നോഡിനെ കണക്ട് ചെയ്തിരിക്കുന്നത് RB എന്നും, C എന്ന നോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന RC എന്നും എന്ന് നമുക്ക് 3 റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഓൾറെഡി ഇക്വേഷൻസ് നോൺ ആണ്. RA = RAB × RAC ഡിവൈഡഡ് ബൈ RAB + RBC + RCA. ഇവിടെ തന്നിരിക്കുന്ന ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്കിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂസ് എല്ലാം ഈക്വൽ ആണ്. 2 ohm റെസിസ്റ്റൻസ് എന്നാണ് കിടക്കുന്നത്, അല്ലെ? 3 RABയും 2 ohm ആണ്, RBC 2 ohm ആണ്, RCAയും 2 ohm റെസിസ്റ്റൻസ് ആണ്. ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമുണ്ട്. 2 × 2/2 + 2 + 2 3 കോമ്പിനേഷനിലും അങ്ങനെയാണ് വരുന്നത്. സോ the answer is 4/6 and when it is converted to decimal value it is 0.667 ohms. ഇനി നമ്മൾ ഈ 3 സ്റ്റാർ നെറ്റ്വർക്കിലും RA, RB, RC 0.667 ohms നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ നെറ്റ്വർക്ക് ഇത് നോക്കൂ. നമ്മൾ അകത്തുള്ള ഡെൽറ്റ റിമൂവ് ചെയ്തതിന് ശേഷം ആ നെറ്റ്വർക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ആ ഡെൽറ്റ റിമൂവ് ചെയ്ത പോയിന്റുകൾക്ക് ഞാൻ ഇന്നർമോസ്റ്റ് പോയിന്റിന് വീണ്ടും ABC എന്ന് റീനെയിം ചെയ്തിരുന്നു. അതിനെ സ്റ്റാർ ആക്കിയതിനു ശേഷം വീണ്ടും നമ്മൾ അതിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുകയാണ്. കണ്ടോ? അപ്പൊ അവിടെ ഒരു 1 ohm റെസിസ്റ്റർ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ട്. പിന്നെയുള്ള നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവന്ന 0.667 റെസിസ്റ്റൻസ് ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വന്നു. ഇത് A എന്ന് പറയുന്ന പോയിന്റിലും B എന്ന് പറയുന്ന പോയിന്റിലും C എന്ന് പറയുന്ന പോയിന്റിലും കോമൺ ആണ്. സോ അവിടെ ഈ സീരീസ് വാല്യൂയെ നമുക്കറിയാം, രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ പ്ലസ് സെക്കൻഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ചെയ്താൽ മതിയല്ലോ. സോ ആ റെസിസ്റ്റൻസ് ആഡ് ചെയ്തു. അപ്പൊ വീണ്ടും നമുക്ക് ആ നെറ്റ്വർക്കിനെ ഇങ്ങനെയാണ് കിട്ടുന്നത്. 1.667 ohms എന്ന് കിട്ടി സീരീസ് കോമ്പിനേഷൻ. ഇനി
അഗെയിൻ നമുക്ക് ഇതിന്റെ ബി ആൻഡ് സി എന്ന് പറയുന്ന രണ്ട് ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണണമെങ്കിൽ ഇതിനെ വീണ്ടും ഒന്ന് റിസോൾവ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ. അകത്തിരിക്കുന്നത് ഇപ്പൊ ഒരു സ്റ്റാർ ആണ്, ഇന്നർമോസ്റ്റ് പോർഷനിൽ ഇരിക്കുന്നത് ഒരു സ്റ്റാർ ആണ്. ഈ സ്റ്റാറിനെ നമ്മൾ വീണ്ടും ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്താലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോ ഈ സ്റ്റാറിനെ ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ആ സെറ്റ് ഓഫ് ഇക്വേഷൻസിലേക്ക് കൊടുത്ത് സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ ചെയ്യുന്നു. സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ്: ആർ എ ബി ഈക്വൽ ടു ആർ എ ആർ ബി പ്ലസ് ആർ ബി പ്ലസ് ആർ സി ആർ എ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഈ മൂന്ന് വാല്യൂസും 1.667 എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി 5 ഓം റെസിസ്റ്റൻസ് ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. സോ ബോത്ത് ഓൾ ദ ത്രീ വാല്യൂസ് ആർ 5 ഓം, എല്ലാം സെയിം വാല്യൂസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോഴും സെയിം 5 ഓം റെസിസ്റ്റൻസ് എന്നാണ് നമുക്ക് അതിനെ കിട്ടുന്നത്. സോ അതിനെ ആ സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്കിനെ നമ്മൾ ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ ഡെൽറ്റയെ തിരിച്ച് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുമ്പോൾ ഈ ഫോമിലാണ് ഇരിക്കുന്നത്. നോക്കൂ, ഇവിടെ അക്രോസ് എ ആൻഡ് ബി 2 ഓം ഉണ്ട്, 5 ഓം ഉണ്ട്, രണ്ടും പാരലൽ ആണ്. Across B and C, 5 ohm, 2 ohm, both are parallel. Across A and C, again 2 ohm, 5 ohm, both are parallel. So, നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ട്, രണ്ട് റെസിസ്റ്റൻസസ് പാരലൽ ആണെങ്കിൽ നമുക്ക് ആർ എ ആർ ബി ഡിവൈഡഡ് ബൈ ആർ എ പ്ലസ് ആർ ബി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 into 5, അതായത് ആർ എയുടെ വാല്യൂ 2, ആർ ബിയുടെ വാല്യൂ 5 ആണെങ്കിൽ ആർ എ ആർ ബി ഡിവൈഡഡ് ബൈ ആർ എ പ്ലസ് ആർ ബി, അപ്പൊ നമുക്ക് 10/7 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1.43 ഓംസ്. ആ ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് 1.43 ഉള്ള മൂന്ന് റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷൻ ആയി മാറി. ഇനി നമുക്ക് കാണേണ്ടത്, നമ്മൾ ഫൈനൽ ഇക്വേഷനിലേക്ക് വരിക, ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അവിടെ ആർ ഇക്വലന്റ് ബിറ്റ്വീൻ ബി ആൻഡ് സി ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ബി ആൻഡ് സി, അക്രോസ് ബി ആൻഡ് സി ഒരു റെസിസ്റ്റൻസ് വാല്യൂ 1.43 ഓം ആണ്. പിന്നെ ഉള്ളത് ഒരു സീരീസ് കോമ്പിനേഷൻ ആണ്, അത് രണ്ടും 1.43യുടെ കോമ്പിനേഷൻ ആണ്. അപ്പം 1.43 പ്ലസ് 1.43 എന്ന് പറയുന്നത് 2.86 വരും. പാരലൽ സീരീസ് കോമ്പിനേഷൻ, ആ 2.86 ഈസ് ഇൻ പാരലൽ വിത്ത് 1.43. സോ ആർ ഇക്വലന്റ് ഈക്വൽ ടു ആർ എ ആർ ബി ബൈ ആർ എ പ്ലസ് ആർ ബി എന്ന് പറയുന്ന ഇക്വേഷൻ വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we'll get the value as 0.9533, which is approximately equal to 1 ohm. So answer is R equivalent between B and C terminals is 1 ohm resistance. So നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. Thank you all.